ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. വളരെ കുറഞ്ഞ MB-യിലുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോയിൽ മനോഹരമായിട്ടുള്ള ഡിസൈനുകൾ കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ മൊബൈലിന്റെ ഒരു ഔട്ട്ലൈൻ വന്നിട്ട് അതിനുള്ളിൽ ഫോട്ടോ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം അതിന് വെളിയിലും ആ സെയിം ഫോട്ടോ തന്നെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ മറ്റൊരു ഫോട്ടോ ഇവിടെ നോക്കുക, അതേപോലെ തന്നെയാണ് ഇതും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് മനോഹരമായിട്ടുള്ള എഫക്റ്റുകൾ നിങ്ങളുടെ ഫോട്ടോയിൽ കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്ലിക്കേഷന്റെ പേര് സ്ക്രീനർ എന്നാണ്. ഈ കാണുന്ന ഈ ആപ്ലിക്കേഷനാണ്. ഞാനിത് എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഞാനിത് ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഈ സെറ്റിംഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനോട് ചേർന്ന് തന്നെ മറ്റു 3 ഓപ്ഷനുകളും കാണാൻ സാധിക്കും. ഇതിൽ ഓരോ നമുക്ക് ഓപ്പൺ ആയി നോക്കാം. ഫ്ലാറ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് കുറെ മൊബൈലിന്റെ പിക്ചറുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തായി വാച്ചസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനും ഉണ്ട്. നോക്കുക, ഇവിടെ കുറെ വാച്ചിന്റെയും പടങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ ഒന്നും ഏതെങ്കിലും ഒരു മൊബൈലിന്റെ പടം സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നെക്സസ് 4 എന്ന് പറയുന്ന മൊബൈലിന്റെ പടം ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ മൊബൈലിന്റെ പിക്ചറിന് നടുക്കായിട്ടൊരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആകുന്നത്. ഇവിടെ നോക്കുക, ഗാലറിയിൽ ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ആ ഫോട്ടോ തന്നെയാണ്. അത് തന്നെ ഞാൻ ഓപ്പൺ ആക്കിയാണ്. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ആ മൊബൈലിനുള്ളിലേക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ബ്രൈറ്റ്നസ് കൂട്ടാൻ സാധിക്കും. അതിനുശേഷം കൂടുതൽ ഓപ്ഷനുകളിലേക്ക് പോകാനായിട്ട് ഈ കാണുന്ന ആരോയിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കും. പല കളറുകൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നോക്കുക, ഓരോ കളറുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഗാലറിയിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആകുന്നത്. അവിടെ നിന്നും വീണ്ടും ഞാൻ ആ സെയിം ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുകയാണ്. നോക്കുക, മൊബൈലിനുള്ളിലുള്ള ആ സെയിം ഫോട്ടോ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മൊബൈലിന് വെളിയിലേക്കും വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം അടുത്തായിട്ടുള്ള നടുക്ക് കാണുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിന് വെളിയിലുള്ള ആ ഫോട്ടോ നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കും. നമുക്ക് എത്രയും ബ്ലർ ചെയ്യണമെന്ന് നോക്കുക, ബ്ലർ ചെയ്യാൻ സാധിക്കും. വീണ്ടും ഇത് ഇടത്ത് സൈഡിലേക്ക് മാറ്റുക. ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈലിന് ചുറ്റും ചെറിയ ഒരു നിഴല് പോലെയുള്ള ഒരു ഭാഗം വരും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യാം. നോക്കുക, ഈ കാണുന്ന ഈ ഭാഗം. അതിനുശേഷം ചെയ്യാനുള്ളത് ഇതിവിടെ നിന്നും സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിപ്പോൾ എൻ്റെ മൊബൈൽ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ ഓപ്ഷനുകളും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. 3D എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറെ 3D വ്യൂവിലുള്ള മൊബൈലിന്റെ ഫോട്ടോകളാണ്. അതിനുശേഷം മിനിമൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെയും കുറെ മൊബൈലിന്റെ ഫോട്ടോകൾ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ നിന്നും 3D ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. 3D സെലക്ട് ചെയ്തതിനു ശേഷം OnePlus എന്നുള്ള ഈ മൊബൈലിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഗാലറിയിലേക്ക് ഓപ്പൺ ആകും. ആ സെയിം ഫോട്ടോ തന്നെ ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ആക്കുകയാണ്. നോക്കുക, ആ ഫോട്ടോ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് നീക്കുകയാണ്. ആ ഫോട്ടോ തന്നെ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മറ്റു ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ആ സെയിം ഫോട്ടോ തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതിനുശേഷം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ബ്ലർ ചെയ്യുകയാണ്. നോക്കുക, വളരെ ഭംഗിയായിട്ടുള്ള ഒരു എഫക്റ്റ് ആണിത്. ഇതിൽ കുറെ മൊബൈലിന്റെ ചിത്രങ്ങൾ ഇവിടെ കാണാം. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. അതിനുശേഷം ഇത് സേവ് ചെയ്യാനായി ഞാൻ പറഞ്ഞ പോലെ ഈ കാണുന്ന മുകളിലുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ മൊബൈൽ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ കൂടുതൽ സെറ്റിംഗ്സുകൾ ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. ഇങ്ങനെ നമുക്ക് എല്ലാ മൊബൈലിന്റെ ഫോട്ടോകളും ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലുള്ള ഫോട്ടോകൾ എഫക്റ്റുകൾ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല ഒരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.